മലപ്പുറം അരീക്കോട് യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രദേശവാസികളും അകന്ന ബന്ധുക്കളും അടക്കം 10ഓളം പേരാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ചത്. പലപ്പോഴായി പീഡനത്തിനിരയായെന്ന് യുവതിയുടെ മൊഴി. 3 കേസുകളിലായി കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നു. 2 വർഷം മുൻപാണ് പീഡനം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, എന്താണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്? ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ദിവ്യ 38 വയസ്സുകാരിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പലപ്പോഴായി പീഡിപ്പിച്ചുവെന്നാണ് ഈ കേസുള്ളത്. 2 വർഷം മുൻപാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. പ്രദേശവാസികളും ഒപ്പം തന്നെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള 10ഓളം പേർ പലപ്പോഴായി പീഡിപ്പിച്ചുവെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് 2 വർഷം മുൻപ് ഫെബ്രുവരി മാസത്തിലാണ്. ഈ മഞ്ചേരിയിലേക്ക് ആദ്യം ഈ യുവതിയോട് എത്താൻ പറയുകയും ടൂർ പോകാനെന്ന് പറഞ്ഞ് എത്താൻ പറയുകയും അവിടെ വെച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി അരീക്കോട് ഒരു സ്കൂളിന്റെ പരിസരത്തുള്ള ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് ആദ്യത്തെ കേസുള്ളത്. അത് കഴിഞ്ഞ് 2 മാസത്തിനു ശേഷം മാനന്തവാടിയിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന് രണ്ടാമത്തെ കേസുണ്ട്. അത് കഴിഞ്ഞാണ് 3ാമത്തെ സംഭവമുള്ളത്. അത് വള്ളുവമ്പ്രം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ലോഡ്ജിൽ മറ്റൊരു പ്രതി 3ാം പ്രതി പീഡിപ്പിച്ചുവെന്നാണ് 3ാമത്തെ പരാതിയുള്ളത്. ആദ്യത്തെ 2 സംഭവങ്ങളിലും 1ഉം 2ഉം പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് പറയുന്നത്. ഈ യുവതി ഇപ്പോഴുള്ളത് കോഴിക്കോട്ടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ കൊണ്ടോട്ടി ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും പ്രതികളെ കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ പ്രതികളെ കുറിച്ച് കൂടുതൽ വ്യക്തതയും അന്വേഷണവും തുടർന്ന ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് നീങ്ങുകയുള്ളൂവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും 2 വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തിൽ 10ഓളം പേർ പലപ്പോഴായി ഈ യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് വ്യക്തമാക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയായതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴായി പലയിടത്തേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് പീഡിപ്പിക്കുകയും ചെയ്തത്. ദിവ്യ, മലപ്പുറം അരീക്കോട് ഭിന്നശേഷിക്കാരിയായ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. വിശദാംശങ്ങളാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്.